പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി പ്രകാരം എൻ്റെ മക്കളെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുമ്പോൾ, ആത്മരക്ഷാ വീണ്ടെടുപ്പ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മരക്ഷയെ പരിപോഷിപ്പിക്കുകയും മറ്റുള്ളവരിലേക്ക് നിത്യരക്ഷാ മാർഗമായി ഈശോയെ സംരഭ്യമാക്കുന്ന അപ്പോസ്തല ശുശ്രൂഷയാണ് ചെയ്യണമെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ശക്തിക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രവർത്തനത്തെ, സുവിശേഷ പ്രവർത്തനത്തെ ആശീർവദിക്കണമേ കർത്താവേ. കർത്താവിനെ കൊടുക്കുന്ന ശുശ്രൂഷ, ആത്മാവിനെ വീണ്ടെടുക്കുന്ന ഉപാസനം പ്രേക്ഷിത പ്രവർത്തനത്തെ കർത്താവെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിബന്ധന പ്രകാരം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, ക്രിസ്തുവിനെ ലോകത്തിന് കൊടുക്കാൻ, ക്രിസ്തു വഴി ദൈവം നേടിയെടുത്ത നിത്യരക്ഷാ മാർഗം എല്ലാവർക്കും ലഭിക്കുവാൻ എന്നെ ഉപകരണമാക്കണമേ. കർത്താവായ ദൈവമേ, നീ ലോകത്തോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം ക്രിസ്തുവിനെ നൽകിയതാണ്. ഞാനും സമൂഹത്തോട് കാണിക്കേണ്ട ഏറ്റവും വലിയ കാരുണ്യം, ആദ്യത്തെ കാരുണ്യം ക്രിസ്തുവിനെ നൽകുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സുവിശേഷ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സാക്ഷിയാകാൻ, സുവിശേഷത്തിന്റെ സാക്ഷിയാകാൻ, സാക്ഷിയാകാൻ, കാരുണ്യ പ്രവൃത്തിയുടെ സാക്ഷിയാകാൻ കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തിലെ അതിൻ്റെ തെളിവായിട്ടാണ് ഈ സാക്ഷ്യങ്ങളെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും കൈകൊണ്ട് തൊടുന്നതും. പരിശുദ്ധ സഭ ഈ ദൈവികമായ രഹസ്യം പഠിക്കാൻ, ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തി ലോകത്തിന് നൽകാൻ ആണ് നമ്മളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. അതിനുശേഷം വന്നിട്ടുള്ള മാറ്റമാണ് നമ്മളിന്ന് കാണുന്ന എല്ലാ കാര്യങ്ങളും. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നുവെന്ന് എൻ്റെ മനസ്സെപ്പോഴും പറയും. സമയഘടികാരവും നെഞ്ചി ചാർത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മ എന്താണ് ലോകത്തോട് പറയാൻ ഉദ്ദേശിച്ചതെന്ന് പറയേണ്ടത് സഭയാണ്. സഭ അത് പറയാൻ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ അത് വ്യാഖ്യാനിക്കപ്പെടാൻ ആണ് നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുള്ളത്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളിലും നിങ്ങളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന സഹായിക്കും. എവിടെ വേണമെങ്കിലും അത് നിങ്ങളുടെ മൊബൈലിൽ അടിച്ചിട്ടേക്കണം. മൊബൈൽ നിങ്ങൾ ബസ്സിലിരിക്കുമ്പോഴും, നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും, ഇൻ്റർവ്യൂ ബോർഡിൻ്റെ നമ്മൾ ബാക്കിൽ പാർലറിരിക്കുമ്പോഴും മൊബൈലിൽ എടുത്തിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കണം. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താ? മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ഇപ്പം തന്നെ ചില സാക്ഷ്യം പറഞ്ഞില്ലേ, അമ്മ എൻ്റെ മകളുടെ കൂടെ പോണേന്നൊക്കെ പറഞ്ഞില്ലേ. എന്താ കാര്യം? പ്രത്യക്ഷീകരണത്തിൻ്റെ ഇഫക്റ്റായിട്ട് എത്രയോ പേരാ അമ്മയുടെ രൂപം കണ്ടു, ബ്ലാക്ക് ഷോൾ കണ്ടു, ഇങ്ങനെ സിൽവർ ഗ്രേയുടെ ഷോ കണ്ടു. എൻ്റെ മകൻ്റെ മുതുകത്തിൽ അത് ഇഴഞ്ഞുപോയി. എൻ്റെ കൂടെ അടുക്കള വരെ അമ്മ വന്നതൊക്കെ പറയണത് എന്താ? അതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. കാര്യം ഞാൻ കണ്ട് അനുഭവിച്ചതാണ്, എനിക്കറിയാം. മറ്റുള്ളവരോട് പറഞ്ഞത് മനസ്സിലാവത്തില്ല. എന്നോട് ഞാനത് കണ്ടനുഭവിച്ച കാരണം എനിക്കറിയാം ഇതെല്ലാം 100-150% സത്യമായ കാര്യമാണ്.
അമ്മയുടെ ഒരു സഞ്ചാരമുണ്ട്. ശരിക്കും ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സാന്നിധ്യം. കാര്യം ആദ്യം ഉടമ്പടി തുടങ്ങിയപ്പോഴും മോസസിനോട് പറഞ്ഞത് ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. മരിയൻ ഉടമ്പടിയിൽ അമ്മ സാന്നിധ്യം വരുന്നതിൻ്റെ പഴയ പാരമ്പര്യം അതാണ്. ഉടമ്പടി എടുക്കുന്നതിൻ്റെ കൂടെ കാര്യം ഉടമ്പടി എടുക്കുന്ന ആൾ എന്തുകൊണ്ടാണ് വചനം വായിക്കണത് അരമണിക്കൂർ, എന്തുകൊണ്ടാണ് വചനം കേൾക്കണത് ഇവിടെ വന്ന്? അതാണ് ഇവൻ അല്ലെങ്കിൽ ഇവള് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടായിട്ട് വാഗ്ദാന പേടകമായി മാറും. വചനം ഉദരത്തിലിരിക്കുമ്പോഴാണ് അമ്മ വാഗ്ദാന പേടകമായി മാറണത്, അല്ലേ? അതുപോലെ വചനം ഹൃദയത്തിലിരിക്കുമ്പോൾ നമ്മളും വാഗ്ദാന പേടകമായി മാറുകയാണ്. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അപ്പോൾ ദൈവസാന്നിധ്യത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതാണ് സഞ്ചാരം എന്ന് പറയുന്നത്. ഉടമ്പടി സഞ്ചാരം അതാണ്. അപ്പോൾ എൻ്റെ മക്കളെ കറക്റ്റായിട്ട് ഉടമ്പടി പാലിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കൗൺസിലേഴ്സിനെ വെച്ച് നിങ്ങളെ നിഷ്കർഷിക്കുന്നതിൻ്റെ കാരണം ആ ഉടമ്പടി പ്രകാരം ദൈവം നിങ്ങളുടെ കൂട്ടുപിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കർക്കശ്യം കാണിക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ. സമയങ്ങളെ സമർപ്പിക്കുന്നു, ഉടമ്പടി ചെയ്തിട്ടുള്ള വ്യക്തികളെ സമർപ്പിക്കുന്നു, എൻ്റെ പ്രതികരണങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന മക്കളിൽ അവിടെ നിയോഗങ്ങൾ അർപ്പിക്കുമ്പോൾ അഭിഷേകമായി തീരണമേ. ദൈവം കൂടെ വരുമെന്നുള്ള സംവിധാനം ഉടമ്പടിയെങ്കിൽ കർത്താവെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. നമുക്ക് പിന്നെ ദൈവം തന്ന ഒരു ഉൾക്കാഴ്ചയാണ് എവിടെയാണ് രോഗം അവിടെ കൈവച്ച് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കാൻ. ആ സുന്ദരമായ നിമിഷമാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾ ഇപ്പോഴും ഉദര രോഗികളാണ് വയറിൽ കൈവെക്കേണ്ടത്. ഉദര രോഗികളെ വയറിൽ കൈവെക്കുക. നിങ്ങൾ ഉദരരോഗം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾക്ക് കുറച്ച് സങ്കടം ഉണ്ടാകണം. നിങ്ങൾക്ക് രോഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് രോഗമില്ലെന്ന് പറഞ്ഞിരിക്കരുത്. അത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കതില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തോട് നന്ദിയാണ് പറയേണ്ടത്. പക്ഷെ അത് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് നിങ്ങളുടെ കണ്ണ് നിറയണം. അയ്യോ ഇത്രയും കാര്യം ഒരാളെ വീട്ടിലുള്ളെങ്കിൽ ഈ രോഗം പിടിച്ച് എങ്ങനെ എന്ത് ചെയ്യാനോ? ഒന്നും ചെയ്യാനില്ല. പണ്ടത്തെ പോലെ 10-12 ആൾക്കാരൊന്നും വീട്ടിലില്ല. ആകപ്പാടെ ഒരാളോ 1-1.5 ആളേ ഉള്ളൂ. അവർക്കൊക്കെ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ കുടുംബം അങ്ങോട്ട് നിന്ന് പോകും. പിന്നെ ഒന്നും ചെയ്യാനില്ല. സമയത്ത് കുഞ്ഞുങ്ങൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കടയിൽ പോയി തിന്നും. പിന്നെ ചീത്ത പഠിത്തമൊക്കെ പഠിക്കും. പിന്നെ അമ്മയും അപ്പനും കുടുംബമൊന്നും വേണമെന്നില്ല, ഹോട്ടൽ മതി. അപ്പം നിസ്സാര കാര്യം മതി ഇതൊക്കെ ചേഞ്ച് ചെയ്ത് പോകണമെങ്കിൽ. അതുകൊണ്ടാണ് ഞങ്ങളെ കുടുംബത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം. ഉദരരോഗികളെല്ലാം ഉദരത്തെ കൈവച്ച് നിങ്ങൾ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോയുടെ ദിവ്യസാന്നിധ്യത്തിലാണ് നിൽക്കുന്നത് ഓർക്കണം. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കുക. ഇപ്പോൾ കൈവെക്കേണ്ടത് ആരൊക്കെയാണെന്നറിയാവോ? അരസസ് രോഗികൾ, അൾസർ രോഗികൾ, പിസ്റ്റുല രോഗികൾ, പ്രഷർ രോഗികൾ, കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉദരത്തിൽ സിസ്റ്റുള്ളവർ, മൂത്രം പോകാത്തവർ, അല്ലെങ്കിൽ മൂത്രം വിട്ടിട്ട് പോകുന്നവർ, വെള്ളപ്പൊക്കമുള്ളവർ, രക്തവാർച്ചയുള്ളവർ, ഇങ്ങനെ പലതരത്തിലുള്ള സ്രാവരോഗക്കാരെല്ലാവരും ഉദരത്തിൽ കൈവെക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിലെ ഉദരരോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന ഈശോ മഹോദരോഗിയെ സുഖപ്പെടുത്തിയവനെ, ഈശോയുടെ നാമത്തിലെ ഉദരരോഗങ്ങള് ഈശോയുടെ നാമത്തില് സൗഖ്യമാകട്ടെ. ഉദരരോഗം മൂലം മരുന്ന് കഴിച്ച് വിഷമിക്കുന്നവര്, ഉദരരോഗ കർത്താവേ വയറ് വീർത്തു വരുന്ന ഭക്തകള്, കർത്താവേ ദൈവത്തിന്റെ സാന്നിധ്യം ഇപ്പോൾ തത്സമയ സൗഖ്യം നൽകണമേ. കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവരെ ഈ നിമിഷം സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. രോഗമില്ല മാറിടട്ടെ, കഷ്ടമില്ല നീങ്ങിടട്ടെ. തിരുമുറി
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നെഞ്ചിന് വേദനയുള്ളവർ നെഞ്ചിൽ കൈവെക്കണം. അച്ഛൻ രോഗങ്ങളൊക്കെ പറയാം. ശ്വാസകോശ രോഗങ്ങൾ, വരിവ്, ശ്വാസം മുട്ടൽ, ആസ്മ എല്ലാം നെഞ്ചിൽ കൈവെക്കുക. ഹൃദയത്തിന് ബ്ലോക്കുള്ളവരെ, ഹൃദയത്തിന് പൾസ് കുറവുള്ളവരെ, കരൾ രോഗികൾ, പ്ലീഹായുടെ രോഗമുള്ളവരെ, നെഞ്ചിൻ്റെ പൂട്ടിനാണ് കൈവെക്കേണ്ടത്. അച്ഛനോട് ചേർന്ന് പറയുക, കർത്താവ് ദൈവമേ, നിന്റെ നാമത്തിലെ എൻ്റെ നെഞ്ചിൽ ഞാൻ കൈവച്ചിരിക്കുന്നു. എൻ്റെ പാവപ്പെട്ട കൈകളെ നിന്റെ കൈകളായി ഞാൻ വിശ്വാസത്തിലെ ദൈവസ്നേഹത്തോടെ പ്രഖ്യാപിക്കുന്നു. യേശുനാമത്തിലെ 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 സർവ്വരോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള് യേശുനാമത്തിലെ മാറിപ്പോകട്ടെ. ശ്വാസകോശ രോഗികള്, നെഞ്ചെപ്പോഴും ഇടിച്ചിടിച്ചു വരുന്ന അവസ്ഥകള്, കർത്താവേ ശ്വാസം മുട്ടലുള്ളവര്, കർത്താവേ ബ്ലോക്കുള്ളവരെ സമർപ്പിക്കുന്നു. ഈ നിമിഷം സൗഖ്യം നൽകണമേ. ആവേ മരിയ. എൻ്റെ പേര് ജെസ്സി. ഞാൻ വരുന്നത് വിഴിഞ്ഞത്തു നിന്നാണ്. 2022 മെയ് മാസം 10-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ എൻ്റെ രോഗസൗഖ്യത്തിനെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ച ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എനിക്ക് 2018 വർഷത്തിൽ എൻ്റെ കഴുത്തിലും ചെവിയുടെ താഴെയുമായി ഒരു നീർവീർക്കം പോലെ വന്നു. ഞാനത് സാരമായി കരുതിയില്ല. അങ്ങനെ മക്കൾക്ക് മെഡിക്കൽ കോളേജിൽ എനിക്ക് പല്ലുകൾ എടുക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ പോയപ്പോൾ ഞാൻ എൻ്റെ ചീത്തയായ പല്ലുകൾ എടുക്കുകയും പല്ലുകൾക്ക് ക്ലീൻ ആക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ വീട്ടിൽ പോയപ്പോൾ എൻ്റെ കവിളിൻ്റെ ആ ഈ കഴുത്തിൻ്റെ താഴെയായി ആ നീർവീക്കം വലുതാകുകയും ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. ഞാൻ ഉടനെ തന്നെ ആ ദന്തൽ വിഭാഗത്തിൽ തന്നെ ആ ഡോക്ടറിനെ ചെന്ന് കാണിച്ചു. എൻ്റെ മുഖം കണ്ട ഉടനെ ഡോക്ടർ ഒന്നും നോക്കിയില്ല, നേരെ സ്കാൻ റൂമിൽ കൊണ്ടുപോയി അവർക്ക് നോക്കുവാനായി സ്കാൻ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്, അതിനകത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല, നോക്കി എപ്പോഴെങ്കിലും ശക്തമായി ചുമ വന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു രാത്രിയിൽ എനിക്ക് അതിശക്തമായി ചുമ വന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ നീർവീർക്കം വന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്കിവിടെ ഒന്നും ചെയ്യാനില്ല, ജനറൽ വിഭാഗത്തിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ജനറൽ വിഭാഗത്തിൽ പോയി. അവിടെയും ഡോക്ടർ പറഞ്ഞു, ഇത് വലിയ പ്രശ്നമല്ല, എങ്കിലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് കുറേ ബ്ലഡുകൾ ചെക്ക് ചെയ്യുകയും ആ കവിൾ ഭാഗത്തുള്ള ആ നീർവീക്കത്തിൽ നിന്ന് കുത്തി പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ ബ്ലഡുകൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. നീർവീക്കത്തിൽ അല്പം പഴുപ്പ് പോലെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് അത് എത്രയും പെട്ടെന്ന് എടുത്ത് കളയണമെന്ന് ആ റിസൾട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആ റിസൾട്ടുമായി എന്നെ ഡോക്ടർ പ്ലാസ്റ്റിക് സർജൻ്റെ വിഭാഗത്തിലോട്ട് വിട്ടു. അങ്ങനെ അവിടെ ഞാൻ പോയപ്പോൾ അവിടെ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞു, നമുക്ക് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. അപ്പം ആ സമയത്തേക്ക് മെയിൻ ഡോക്ടർ വന്നു. അപ്പോൾ എൻ്റെ റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ്, എപ്പോഴെങ്കിലും ഉമിനി നീരിറക്കാനോ മറ്റ് ആഹാരം കഴിക്കാനോ ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരിടയ്ക്ക് അത് ഉണ്ടായിരുന്നു, പിന്നെ അത് വന്നിട്ടില്ല. അപ്പോഴും ഡോക്ടർ പറഞ്ഞ്, അപ്പോൾ നമുക്ക് ഈ ഭാഗത്തെ പല്ലിൻ്റെ പ്രശ്നമായിരിക്കും, പല്ലെടുത്ത് മാറ്റാം. പക്ഷേ എൻ്റെ പല്ലിന് പ്രശ്നമൊന്നും ഇല്ലാത്ത എക്സ്ട്രാ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അത് പറയാൻ മറന്നുപോയി. അങ്ങനെ ഡോക്ടർ എൻ്റെ പല്ലെടുക്കുകയും ചെയ്തു. പക്ഷെ പല്ലിൻ്റെ പ്രശ്നമില്ലായിരുന്നു. പല്ലെടുത്തപ്പോൾ വീണ്ടും എൻ്റെ കവിള് താഴ്ന്നു വരികയും അവിടെ വീണ്ടും ഒരു കവിളിൻ്റെ നീർവീർക്കം കൂടുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ്,
നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വലിയ സ്കാൻ എടുക്കാം, സ്കാൻ എടുത്തിട്ട് എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഡേറ്റ് ഇട്ട് തന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ആ സമയത്തേക്ക് കൊറോണയായി. അങ്ങനെ ആശുപത്രിയിലൊന്നും പോകാതെയായി. അങ്ങനെ എൻ്റെ മുഖം തന്നെ വലിയ ബുദ്ധിമുട്ടായി. എനിക്ക് വീട്ടുകാർ പറഞ്ഞ് നമുക്ക് ഇനി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാം, എന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനും വിഷമത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേട്ടൻ ഒരു ദിവസം വന്ന് പറഞ്ഞ്, ഇങ്ങനെ കൃപാസ്ഥൻ എന്ന് പറഞ്ഞ ഒരു പള്ളിയുണ്ട്, നമുക്കവിടെ വരെ ഒന്ന് പോകാം. അപ്പോൾ ഞങ്ങളുടെ പള്ളിയും സിന്ധ്യാത്ര മാതാവിൻ്റെ ദൈവാലയമാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന പള്ളിയാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ അവിടെയും ഒത്തിരി ദൂരം നിന്ന് ആളുകളൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ പള്ളിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാസ്ഥൻ എന്ന് പറഞ്ഞാൽ പള്ളിയിൽ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് പരിശുദ്ധ അമ്മ അവിടെയുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ഇവിടെ പ്രാർത്ഥിക്കാം. ഞാൻ ഇങ്ങനെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞുവെങ്കിലും എൻ്റെ ഉള്ളിൽ തോന്നുന്നത് എനിക്ക് ഈ രോഗസൗഖ്യം, എൻ്റെ കവിളിൻ്റെ നീർവീർക്കമൊക്കെ മാറുന്നത് ഈ കൃപാസനത്ത് വന്നാൽ മാറുമെന്ന് എൻ്റെ ഉള്ളിലൊന്ന് തോന്നി. അപ്പം ഞാൻ പറഞ്ഞു ബാ എങ്കിലും നമുക്കൊന്ന് പോകാം. ഞാൻ ഇത് ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, കൃപാസനത്ത് ഇങ്ങനെ ഒത്തിരി അമ്മയുടെ അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട്. നമുക്ക് എൻ്റെ അമ്മ എനിക്ക് അവിടെ ആയിരിക്കും എനിക്ക് വച്ചിരിക്കുന്ന സൗഖ്യമാണെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ 2022 മെയ് മാസം ഞാനും ചേട്ടനും മക്കളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ ആദ്യമായിട്ട് ഞാൻ വച്ചത് എൻ്റെ ഈ കവിൾ വീർക്കം മാറ്റിത്തരണം എന്നാണ്. പരിശുദ്ധ അമ്മേ, ഈ കവിൾ വീർക്കം മാറ്റി തന്നാൽ ആദ്യമായിട്ട് ഞാൻ വേറെ അനുഗ്രഹം ലഭിച്ചാലും ആദ്യമായിട്ട് എൻ്റെ വീർക്കമാക്കി തന്ന ഈ സാക്ഷ്യം പറയാനായിരിക്കും ഞാൻ ഇവിടെ കയറുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചകളിലും കൃപാസന അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ട് എൻ്റെ ഈ രോഗം മാറാൻ കാലതാമസം എടുക്കും, ഭയപ്പെടാണ്ടെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ എല്ലാ ദിവസം കൃപാസന തൈലം പൂശുകയും രാവിലെ തന്നെ നേർച്ച ഉപ്പ് വെള്ളത്തിലാക്കി കുടിക്കുകയും ചെയ്തിട്ടാണ് എൻ്റെ പ്രഭാത ജോലികൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഇത് വലിയ ബുദ്ധിമുട്ടാണ്. പുറത്തിറങ്ങിയാലും ആളുകൾ പറയും എന്ത് പറ്റി എന്ന് എല്ലാവരും എൻ്റെ പുറകെ നടക്കും. ചേട്ടൻ ഇറങ്ങിയാലും ചേട്ടൻ ചോദിക്കും, മക്കൾ സ്കൂളിൽ പോയാലും മക്കൾ ഓരോ ആവശ്യത്തിൽ പോയാൽ എല്ലാവരും എന്നെപ്പറ്റി ചോദിപ്പാണ്. അപ്പോൾ എനിക്കൊരാവശ്യങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ 6ാമത്തെ ഉടമ്പടി പുതുക്കലിന് നമ്മുടെ അച്ഛനെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ വിശുദ്ധ തൈലം നെറ്റിയിൽ പൂശുകയും എൻ്റെ കവിളിൽ ഇടുകയും എൻ്റെ തൊണ്ടയുടെ ഇങ്ങോട്ട് ഇട്ട് എന്നെ ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിക്ക് നേരെ ചുമ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, വെള്ളം കുടിച്ചാൽ പെട്ടെന്ന് ചുമ വരും, ആഹാരം കഴിക്കുമ്പോൾ ചിലപ്പോൾ ചുമക്കിയൊക്കെ വരും. അപ്പോൾ എനിക്കറിയാം ഇത് ഇരുന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്വപ്നവും കണ്ട് ഇത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്, നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം അതിനു മുമ്പ് സ്വപ്നം കണ്ടതാണ് കാലതാമസം വരുമെന്ന്. അപ്പോൾ എന്തോ ദൈവത്തിൻ്റെ ഹിതം പോലെ ആകട്ടെ എന്നും പറഞ്ഞ് ഡെയിലി ഞാൻ നേർച്ച തൈലം ഇടുകയും നേർച്ച ഉപ്പൊക്കെ കഴിച്ച് അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ 8ാമത്തെ പുതുക്കലിൽ ഞാൻ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിത് നീട്ടിക്കൊണ്ട് പോകാൻ ഇനി എനിക്ക് പറ്റത്തില്ല, അമ്മ എങ്ങനെയെങ്കിലും ഇടപെട്ട് എനിക്കിനി 9ാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ എൻ്റെ കവിളിൽ ഇതുണ്ടാകാൻ പാടില്ല. ഓരോ പ്രാവശ്യം ആർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോൾ എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കും. അപ്പോൾ ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഞാൻ മാസ്ക് ഇല്ലാതെ വരും, പരിശുദ്ധ അമ്മ കാണട്ടെ, എല്ലാവരും എൻ്റെ മുഖം നോക്കി എന്നെ നോക്കുന്നതെന്നും പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ മാസ്ക് ഇല്ലാതെയാണ് എപ്പോഴും വരുന്നത്. ഇനി 9ാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ അമ്മ തന്നെ എനിക്കത് ക്ലിയറാക്കി തരണം, ഞാൻ എൻ്റെ പഴയ രൂപം എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ വന്നത്. 8ാമത്തെ ഉടമ്പടി പുതുക്കിൽ നന്നായി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. അങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ്റെ ചൊവ്വാഴ്ചകളിൽ ധ്യാനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ 2 ചൊവ്വാഴ്ചകളിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാണ്, കവിളിൻ്റെ താഴെയായി ഒരു വ്യക്തിക്ക് മുന്തിരിക്കൊല പോലെ എന്തോ ഒന്ന് കിടക്കുന്ന ഒരു വ്യക്തിക്ക് ഈശോ തൊടുന്നതായിട്ട് സൗഖ്യം ലഭിക്കുന്നതായിട്ട് ആ അച്ഛൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ഈശോ എന്നെ തൊട്ടതാണെന്ന്. അങ്ങനെ ഞാൻ ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ആ ആരാധന പൂർത്തിയാക്കി. വീണ്ടും 3ാമത്തെ ആഴ്ച എന്നും ഞാൻ ഈശോയുടെ പ്രാർത്ഥിക്കും. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഓരോ ഫംഗ്ഷന് പോകാൻ പറ്റാത്തതുകൊണ്ട് ബൈബിൾ എടുത്ത് തുറന്ന് ഞാൻ പ്രാർത്ഥിക്കും. വചനം എടുക്കുമ്പോൾ എന്നും വചനം എടുത്ത് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഇതേ അവസ്ഥയോർത്ത്.
അപ്പോൾ വചനം എടുക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്നത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം എന്ന ഇത് ഹെഡിങ്ങാണ് എനിക്ക് കിട്ടുന്നത്. അതിനകത്ത് കിടക്കുന്ന കർത്താവിനെ സ്തുതിക്കുവിൻ, നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. ഈ വചനം കിട്ടുമ്പോൾ ഞാൻ ഉടനെ നമ്മുടെ കൃപാസന മക്കളെ ഓർക്കും. ഈ അമ്മയുടെ ഈ മക്കളുടെ ഈ വിശുദ്ധ നിറഞ്ഞ ഈ ആലയത്തിൽ വന്ന് അമ്മ എന്നെ സാക്ഷ്യം വഹിക്കുവാൻ അമ്മ എന്നെ ഒതുക്കുന്നതാണെന്ന് എനിക്കപ്പോൾ പിടികിട്ടും. എങ്കിലും ഞാൻ നന്നായി വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചൊരുങ്ങി. എനിക്കറിയാം ഇത് അപകടം നിറഞ്ഞതാണെന്ന് എനിക്കറിയാം. മോൻ എപ്പോഴും യൂട്യൂബ് നോക്കിയിട്ട് പറയും, അമ്മയുടെ കഴുത്തിൽ ഇതിങ്ങനെ വരുന്നത് അപകടമാണ്, ക്യാൻസറിന് സാധ്യത ഉണ്ടാകും. ഇതിപ്പോൾ ഒരു 5-6 വർഷം കഴിഞ്ഞതാണ്. അമ്മ ഇങ്ങനെ വച്ചിട്ടിരിക്കാതെ കൊണ്ട് കാണിക്കാം. ഞാൻ പറഞ്ഞു ഇത് എത്രയെല്ലാം ഞാൻ കാണിച്ചതല്ലേ, ഇനി എന്താണ് ഞാൻ കാണിക്കാനുള്ളത്, ഇനി എൻ്റെ അമ്മ എന്നെ തൊടട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഓരോ ദിവസം മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ ഞാൻ 8ാമത്തെ ഉടമ്പടി അങ്ങനെ അച്ഛൻ 2 ആഴ്ച ഇങ്ങനെ പറഞ്ഞു. വീണ്ടും 3ാമത്തെ ആഴ്ചയും അച്ഛൻ എൻ്റെ അടുത്ത് അച്ഛൻ ഇങ്ങനെ ഇത് ആരാധന മധ്യ അച്ഛൻ പറയാമെന്ന്, ഒരു വ്യക്തിയുടെ ഇടതുഭാഗത്ത് ഈശോയുടെ ശക്തമായ സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ നോക്കുന്നത് എൻ്റെ ഏത് ഭാഗത്താണ് ഈ നീർവീർക്കമുള്ളതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ എൻ്റെ ഇടത് ഭാഗം. അന്ന് ഞാൻ ആത്മാർത്ഥമായി കരയുകയും ഈശോയോട് നന്ദി പറയുകയും ചെയ്തു. അങ്ങനെ ചേട്ടനൊക്കെ എപ്പോഴും വിളിക്കും, നമുക്ക് ആശുപത്രിയിൽ എവിടെയെങ്കിലും ചെന്ന് പ്രൈവറ്റിൽ എവിടെയെങ്കിലും ചെന്ന് കാണിക്കാം. ഞാൻ പറഞ്ഞു ഇത്രയും കാണിച്ചിട്ട് എൻ്റെ മുഖം ഇങ്ങനെയായി, ഇനി ദൈവം എന്ന് നിശ്ചയിക്കുന്ന അന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അച്ഛൻ പറഞ്ഞ് ഈശോ ഇടതുഭാഗത്ത് ഇങ്ങനെ ഒരു വ്യക്തിയുടെ സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞ് അതിന് മുമ്പ് 2 ആഴ്ച ഇങ്ങനെ സൗഖ്യം ലഭിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഈശോയുടെ സമയമായി, നമുക്ക് ഏതെങ്കിലും ഒരു ആശുപത്രി പോകാമെന്നും പറഞ്ഞ് ഞാൻ ചേട്ടനെ വിളിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നി. ഇത്രയും കാലം നീ വിളിച്ചിട്ട് ഇപ്പോൾ നീ വരുന്നല്ല, വാ എന്തായാലും പോകുന്നു. പോകാമെന്ന് പറഞ്ഞ ആ സമയം തന്നെ അവർ അന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടുത്തെ ജൂബിലി ഹോസ്പിറ്റലിലാണ് എന്നെ കൊണ്ടുപോയത്. ആ പടി ചവിട്ടിയപ്പോൾ തന്നെ, ആ മുറ്റം ചവിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈശോയെ ഈ രോഗത്തിന് വേണ്ടി നീ എന്നെ വേറൊരു ഹോസ്പിറ്റലിൽ റെഫർ ചെയ്യാൻ നീ അനുവദിക്കരുത്. എനിക്കറിയാം ഇത് എന്തരാണെന്ന് എനിക്കറിയാം. ഒരു ദിവസം ഇതിനുമ്പോൾ ഞാൻ സ്വപ്നവും കണ്ട് ഞാൻ തോർത്ത് മൂടി തലയും ഈ കവിളും എല്ലാമായിട്ട് ഇങ്ങനെ മൂടി ഞങ്ങളുടെ പള്ളിമുറ്റത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന അവിടുന്ന് ക്യാൻസർ സെൻ്ററിൽ നിന്ന് ഒരു ബസ് വന്ന് എന്നെ കൊണ്ടുപോകാൻ അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുകയും ചെയ്തു. അപ്പം എനിക്ക് അറിയാം എന്തായാലും അതിനകത്തുള്ളിൽ അപകടം ഉണ്ടെന്നറിയാം. അച്ഛൻ അന്ന് ഇവിടെ വച്ചപ്പോഴേ ഇവിടെയാണ് അച്ഛൻ ഇങ്ങനെ തൊട്ടത്. അപ്പോൾ തൊട്ടിങ്ങനെ ഇറക്കിയത്. എനിക്കിവിടെയും ബുദ്ധിമുട്ടുണ്ട്. അപ്പം എല്ലാം എനിക്കറിയാം, എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ദൈവത്തിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. നേർച്ച തൈര് എന്നും പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ച ഉടനെ തന്നെ ചേട്ടനും മക്കളും എല്ലാം മോനും ചേട്ടനുമായിട്ട് ആ സ്വരത്തിൽ തന്നെ ഇനി ഞാൻ സംസാരം മാറ്റുമെന്നും പറഞ്ഞ് പേടിച്ച് അന്ന് പറഞ്ഞതിൻ്റെ പിറ്റൊന്നും തന്നെ രാവിലെ എന്നെ ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ അവിടെ കയറിയപ്പോഴും ഞാൻ പറഞ്ഞു, ഇനി എന്നെ ഒരിടത്ത് എന്നെ കൊണ്ടുപോകരുത്, ഇതായിരിക്കണം എൻ്റെ അവസാനത്തെ ആശുപത്രി, ഇവിടെ എനിക്ക് വേണ്ടിയുള്ള ഒരു ഡോക്ടറിനെ അങ്ങ് കരുതി വെക്കണമെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അവിടെ കയറിയത്. അങ്ങനെ അവിടെ പോയി സർജനെ കാണിച്ച് സർജൻ ഡോക്ടർ എന്നെ കണ്ട് നന്നായിട്ട് ചിരിച്ച്, മോളെ ഒരു കുഴപ്പമില്ല, നമുക്കിവിടെ തന്നെ ചെയ്യാം, നമുക്ക് ആദ്യം ഒരു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ അവിടെ തന്നെ ആ സ്കാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് എഴുതുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന്. എൻ്റെ കഴുത്തിൻ്റെ ഈ അവിടെ 2 നൊഡ്യൂൾസ് ഉണ്ടെന്ന് അവർ പറയുന്നു. ഒരു ഡോക്ടർ എഴുതുന്നു. എന്തൊക്കെ അവർ സംസാരത്തിൽ എനിക്ക് പിടികിട്ടി. അങ്ങനെ ഈ സ്കാനുമായിട്ട് ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ മുഖം നോക്കുന്നില്ല. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് MRI സ്കാനിന് വേണ്ടി കൊണ്ടുപോകണം, അപ്പോൾ അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം എന്തരാണെന്ന്. അങ്ങനെ അന്ന് തന്നെ പിന്നെ ചേട്ടൻ എപ്പോഴും എൻ്റെ മനസ്സാകെ തളർന്ന്, ഈശോയെ ക്യാൻസർ എന്ന ഒരു ആ രോഗം എന്നിലുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയാൻ നീ എന്നെ അനുവദിക്കരുതേ. നീ എനിക്ക് സ്വപ്നം തന്നതൊക്കെ വേറെ കാര്യം, പക്ഷേ ഡോക്ടേഴ്സിൻ്റെ വായിൽ നിന്നും ഈ സൗണ്ട് എന്നെ കേൾക്കാൻ നീ അനുവദിക്കരുതേ. ഇതിനു വേണ്ടി ഒരു മരുന്ന് പോലെ എന്നെ കഴിക്കാൻ അനുവദിക്കരുതേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ചേട്ടൻ ആ സമയം തന്നെ എന്നെ ഒരു ഓട്ടോ പിടിച്ച് MRI സ്കാനിന് വേണ്ടി ഡേറ്റ് ഇടാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് ഇട്ടു. ഞായറാഴ്ച സ്കാനിന് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എല്ലാ ആഴ്ചയും ഇവിടെ നിന്ന് കിട്ടിയ അഖണ്ഡ ജപമാല ഞങ്ങൾ വാങ്ങിച്ചിട്ട് പോയി ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങളുടെ അവിടുത്തെ കൊച്ചു പള്ളിയിൽ ഞങ്ങൾ പഠിക്കുമായിരുന്നു. അത് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ അഖണ്ഡ ജപമാലയ്ക്ക്
എനിക്ക് ഈശോ എന്നെ തൊടണം, പരിശുദ്ധ അമ്മ എന്നെ തൊടണം എന്ന് ഞാൻ ശക്തമായിട്ട് ആഗ്രഹിച്ച് അഖണ്ഡ ജപമാലയ്ക്ക് ഞാൻ പോയി. അത് ലീഡ് ചെയ്യുന്ന ഞാൻ തന്നെയാണ്. അപ്പോഴും ഞാൻ അങ്ങനെ ഞങ്ങൾ ഓരോ രഹസ്യം പഠിക്കുമ്പോഴും ഓരോ വചനം പറഞ്ഞാണ് ഞങ്ങൾ 50 മണി ജപമാണ് 50 മണികൾ പൂർത്തിയാക്കുന്നത്. എന്നിട്ട് ഓരോ നിയമവും വയ്ക്കും. അങ്ങനെ ഈ 50 മണി മൂന്നാമത്തെ 50 മണി ജപം പഠിക്കാൻ വേണ്ടി ഇന്നിപ്പോൾ ഒരു വചനം ഞാൻ പറഞ്ഞു. ആ വചനത്തിൽ ജെറുസലേമിൽ ഞാൻ ആനന്ദിക്കും, എൻ്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും, വിലാപസ്വരമോ കഠിനവേദനയുടെ നിലവിളിയോ ഇനി അവിടെ ഉണ്ടാകുകയില്ല എന്ന് ആ വചനം പറഞ്ഞതും എൻ്റെ കണ്ണ് ഞാൻ അറിയാതെ ധാരധാരെ കണ്ണുനീരൊഴുകുകയും ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഹൃദയം പൊട്ടി ഞാൻ കരയുന്നു. എന്നിട്ട് എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഒരു സുഗന്ധ അഭിഷേകം ആ 50 മണി ജപമണിയിലും ഉണ്ടായിരുന്നു. എനിക്ക് ആ പള്ളി നിറയെ നല്ല മണവും പിന്നെ ഈശോയുടെ ഒരു കുളിർമയും ഒരു വരിഞ്ഞു മുറുക്കി എൻ്റെ ഈ കവിളിൽ നിന്ന് എന്തോ വലിഞ്ഞ് ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ വചനത്തിൻ്റെ ശക്തി അപ്പോൾ തന്നെ ഞാൻ അനുഭവിച്ചറിഞ്ഞ് അങ്ങനെ ഈശോയുടെ സാന്നിധ്യത്താലും പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകത്താലും ആ ജപമണികൾ എനിക്ക് പൂർത്തിയാക്കാൻ കണ്ണുനീരോടെ തന്നെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി. അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് ഈ രോഗമുണ്ടാകത്തില്ലെന്ന്. അങ്ങനെ ഞാൻ ഞായറാഴ്ച വളരെ വിഷമമുണ്ടെങ്കിലും വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ സ്കാനിന് വേണ്ടി പോയി. അവിടെയും ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ക്യാൻസർ എന്ന ഒരു സൗണ്ട് ഡോക്ടേഴ്സിൻ്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പോയി സ്കാൻ ചെയ്തു. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ചൊവ്വാഴ്ചയാണ് റിസൾട്ട് കിട്ടുന്നത്, അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചൊവ്വാഴ്ച എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ചൊവ്വാഴ്ച എൻ്റെ പരിശുദ്ധ അമ്മയുടെ മക്കളുടെ ദിനമാണല്ലോ, അന്ന് നമ്മുടെ ആരാധന ദിവസമാണല്ലോ. അപ്പോൾ എന്തായാലും എനിക്കൊരു പ്രശ്നമുണ്ടാകില്ലെന്ന് പറഞ്ഞ് റിസൾട്ടുമായിട്ട് പോയപ്പോൾ ഡോക്ടർ എൻ്റെ മുഖത്ത് വളരെ സന്തോഷത്തോടെ ഡോക്ടർ നോക്കിയിട്ട് പറയുന്നു, മകളെ ഒരു കുഴപ്പവുമില്ല, നമുക്കിവിടെ തന്നെ ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ കുറേ പ്രാവശ്യം പറഞ്ഞു. അതിനുശേഷം എന്നെ പ്ലാസ്റ്റിക് സർജൻ വിഭാഗത്തിലോട്ട് വിട്ട് അവിടെ പോയപ്പോഴും ഡോക്ടർ പറഞ്ഞ്, മക്കളെ കുഴപ്പമില്ല, നമുക്കിവിടെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ. പക്ഷേ കൂടെ ഇരുന്ന കൊച്ചു ഡോക്ടർ പറഞ്ഞ്, ഡോക്ടർ ഇത് അപകടമാണ്, ഇത് ചെവിയുടെ താഴ്ഭാഗമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ നിരാശ കൊടുത്തെങ്കിലും വലിയ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, നമുക്കിവിടെ ഇങ്ങനെ നിസ്സാരം പോലെ ചെയ്ത് വിടാമെന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഈ ഭാഗം ഫോട്ടോ എടുത്ത് അങ്ങനെ അവർ പിറ്റേന്ന് അടുത്ത തിങ്കളാഴ്ച എന്നെ അഡ്മിറ്റാക്കാൻ പറഞ്ഞ്. അങ്ങനെ തിങ്കളാഴ്ച ഞാൻ കാശ് രൂപം കഴുത്തിലിട്ടിട്ട് പോയി കൃപാസനമ്മയുടെ തൈലം എന്നും പൂശുന്നത് പോലെ തൈലം അവിടെ കൊണ്ടുപോയി നേർച്ച ഉപ്പ് കൊണ്ടുപോയി. അങ്ങനെ അതെല്ലാം ഞാൻ അവിടെ തന്നെ ഉപയോഗിക്കുമായിരുന്നു. 4 നേരം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ചൊവ്വാഴ്ച 11 മണിക്ക് എന്നെ ഡ്രസ്സ് മാറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. 11:30 ആയപ്പോൾ ഡോക്ടേഴ്സ് എന്നെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് മുഖത്ത് മയക്ക് വെച്ച് ഞാൻ മയങ്ങി പോവുകയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് ചുറ്റും നിന്നും പരസ്പരം ഒരു ഡോക്ടർ അതിൽ നിന്ന് പറയുകയാണ്, ഈ ഓപ്പറേഷൻ സക്സസ് ആകാനും സാധ്യതയുണ്ട്, പരാജയപ്പെടാനും സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഈ സ്വരം കേട്ടാണ് ഞാൻ കണ്ണടക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത്, പരിശുദ്ധ അമ്മയുടെ മക്കൾ ഈ 11:30 ഇവിടെ ഉടമ്പടി ധ്യാനത്തിലായിരിക്കുന്ന ഈ മക്കളുടെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയായിരിക്കും എന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതെന്ന വിശ്വാസത്തോടെയാണ് ഞാൻ കണ്ണടച്ചത്. അങ്ങനെ ഓപ്പറേഷൻ വളരെ സക്സസ്സായി. പിന്നെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതിന് ബയോപ്സിക്ക് അയക്കാനെന്ന്. ഒരു ഹോളിഡ്സ് കുപ്പി നിറയെ 7 വർഷത്തെ പഴുപ്പും വേസ്റ്റുകളും പല്ലിൻ്റെ വേസ്റ്റുകളായിട്ട് 7 വർഷത്തെ പഴുപ്പും വേസ്റ്റുകളായിട്ട് ഒരു ഹോളിഡ്സ് വലിയ കുപ്പി നിറയെ ഉണ്ടായിരുന്നെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അത് ഡോക്ടേഴ്സ് പെട്ടെന്ന് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴും ഞാൻ ഓർമ്മ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ ഒരു കുഴപ്പവും ഉണ്ടാകല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ണടച്ചതോടെ ഞാൻ മയങ്ങിപ്പോയി. പിന്നെ റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവും 10 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ പറഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ഒരു കുഴപ്പവുമില്ല. മക്കളെ വലിയ സന്തോഷം, എന്നെക്കാളും സന്തോഷം ഡോക്ടറിനായിരുന്നു, ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറിന്. എന്നിട്ട് മക്കളെ ഒരു കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച കണക്കൊന്നുമല്ല, സന്തോഷമായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചോട്ട് വിട്ട് എൻ്റെ ഓപ്പറേഷൻ വളരെ വിജയകരമായി തീർത്ത ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇത്രയും കാലം ഈ 7 വർഷത്തോളം എൻ്റെ കവിളിലുണ്ടായിരുന്ന ഈ നീർവീക്കത്തിന് ഒരു സൈഡ് എഫക്റ്റോ ഒരു പ്രശ്നവുമില്ലാതെ എന്നെ സംരക്ഷിച്ച
ദൈവപിതാവിനും ഒത്തിരി ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷി ഇവിടെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥന, ഞങ്ങൾ എല്ലാ ബുധനാഴ്ചയും ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ചേർന്ന് പൊതിച്ചോറ് പൊതിഞ്ഞ് നാലാഞ്ചിറ സ്നേഹവീടെന്ന് പറഞ്ഞ ഭവനത്തിൽ ഞങ്ങൾ കൊണ്ടുപോകും. പിന്നെ ഇവിടുത്തെ പത്രങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ക്യാൻസർ സെൻ്ററിലും ആ ഭാഗത്തൊക്കെ കൊടുക്കും. ഞങ്ങളാൽ പറ്റുന്ന സഹായങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കും. ഇതൊക്കെയാണ്. പിന്നെ എല്ലാ മാസത്തിലൊരിക്കലും ഞാൻ കുമ്പസാരിക്കും. എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകും. മറ്റെല്ലാ നല്ല ആത്മീയമായിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പരിശുദ്ധ ദൈവപിതാവിനെ ആത്മീയമായിട്ടും ദൈവപിതാവ് പരിശുദ്ധ അമ്മ എന്നെ വളർത്തിയിട്ടുണ്ട്. അനേക മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാനുള്ള കൃപയും എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാം നൽകിയ യേശുവിനും ദൈവപിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു. ആവേ മരിയ.